അസ്സലാമലൈക്കും. ഞമ്മക്കിപ്പോ പുറത്തിറങ്ങി എടുക്കാൻ പറ്റാതായി. എപ്പ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും അലിയാർ കുഞ്ഞിയാക്ക് നിങ്ങളെ പറ്റി ആക്ഷേപം പറയാനേ നേരമുള്ളൂ. ഞങ്ങളെ എന്ത് ചെയ്തെന്നാ അങ്ങേര് പറയുന്നത്? ലാക്കിന്റെ അവലും കഞ്ഞി. ഹമീദും അലിയാർ കുഞ്ഞിക്ക് ഒപ്പത്തിനൊപ്പാണെന്ന് പറയുന്നത് ശരിയാണോ? അതും പറയും നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് കയറി ചെല്ലണേ? മോള് സുഖമായി കഴിഞ്ഞോട്ടെ എന്ന് കരുതി നിങ്ങൾക്ക് ഇവിടെ എങ്ങാനും ഇരുന്നാ പോരെ? അവരൊക്കെ വലിയ വലിയ തറവാട്ടേറാ. എന്തോടോ കാക്ക ഈ തറവാടെന്ന് പറയുന്നത്? അവരാണെങ്കിൽ ഇങ്ങോട്ട് വരില്ല, ഞങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാനും പാടില്ല. എന്താ കാളച്ചന്തേനി പിടിച്ചോണ്ട് പോയ ഉരുവോ മറ്റാണോ ഞങ്ങളുടെ മോള്? അന്തസ്സുള്ള വീട്ടിൽ നിന്ന് ബന്ധം പിടിക്കുമ്പോ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. നോക്ക്, അവർക്ക് അവരുടെ അന്തസ് കളഞ്ഞു വിളിക്കാൻ നോക്കുവോ? അന്തസ്, ഈ അന്തസ്സിന്റെ പേരും പറഞ്ഞ മോളെ ആ നരകത്തി കൊണ്ടിട്ടത്. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഇല മുള്ളിച്ചെന്ന് വീണാലും മുള്ള ഇല ചെന്ന് വീണാലും കേടൊക്കെ ഇലക്ക് തന്നെയാണ്. മുള്ളിന് നോ പ്രോബ്ലം. അണ്ണാക്ക് വരലാണ് വല്ലതുണ്ടോ? നിങ്ങൾ ഇവിടെ ചായക്കട തുടങ്ങിയ കാലം മുതൽക്കേ നമ്മൾ ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയതാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ എനിക്ക് നേരാൻ ശമ്പളം തന്നിട്ടുണ്ടാ? ഇപ്പൊ തന്നെ എത്രമാത്രം കുടിശ്ശിക ബാക്കിയുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് എത്ര നാളായിന്നറിയാ? എന്റെ ശമ്പളവും അതിന്റെ പലിശയും തീർത്ത് തരാണ്ട് നിങ്ങൾ ഇവിടുന്ന് ഒരറ്റടി വെക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്നൊന്നും പറയാൻ ഈ കോയ തയ്യാറല്ല. എന്ന് വെച്ചാല് ഇക്കാടെ നല്ല കാലത്ത് ഈ കോയ കൂടെ ഉണ്ടായിരുന്നു, ചീത്തക്കാലത്തും ഈ കോയ കൂടെ ഉണ്ടാവും. ഇക്ക വിഷമിക്കാണ്ടിരി. ഒരു രാത്രിക്ക് ഒരു പകലില്ലാണ്ടിരിക്കൂലല്ല. അല്ലാ അമീക്ക മമ്മാലിയ ഇരിക്കേ. എനിക്കിരിക്കാനൊന്നും സമയമില്ല. എന്നാ പിന്നെ നിക്കണാണ് നല്ലത്. ഞാൻ നിങ്ങൾ വീട്ടിലൊക്കെ തിരക്കിട്ടാ വരണം. സംഗതി മനസ്സിലായില്ലേ? കല്യാണത്തിന് മേടിച്ച കാശിന്റെ പലിശ ചോദിക്കാനായിരിക്കും. എനിക്ക് മുതലും ഇപ്പൊ തന്നെ കിട്ടണം. മമ്മാലി, കുറച്ച് ദിവസത്തേക്ക് കൂടി അവധി തരണം. ഞാൻ ആകെ തറന്നിരിക്കുക. തരാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാ വാങ്ങിച്ചത്? ഇതെന്താണിത്? അങ്ങനെ അങ്ങോട്ട് ചൂടാകാതിരിക്കും അമ്മാലിക്ക. കാശ് കടം മേടിക്കുമ്പോ എങ്ങനെയാണ് അതങ്ങോട്ട് തിരിച്ചു കൊടുക്കാന്ന് ആരും ചിന്തിക്കാറില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചാല് കടം മേടിക്കാൻ പറ്റുവാ? വലിയൊരു വീട്ടില് ബന്ധുതയല്ലേ നടന്നത്. ഞമ്മക്ക് കഷ്ടമുണ്ടെങ്കിലും അവരുടെ അന്തസ്സിനനുസരിച്ച് പെണ്ണിനിറക്കി കൊടുക്കണം. എന്തൊരു ചെലവായിരുന്നു എന്റെ മമാലിക്ക. എന്താണിത്? മമാലിക്ക ഇങ്ങോട്ട് നോക്കിയതേ. മമാലിക്ക, പണം ചോദിച്ചിട്ട് ഹമീദ് ഖാനെ ബുദ്ധിമുട്ടിക്കരുത്. പണം അങ്ങേര് തരും. ഇപ്പൊ ദേ ഞാനിത് തരും. ഇതുകൊണ്ടൊന്നും ആയില്ല. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും തരും, കൂടെ ചായയും കൊണ്ട് തരും. അത് വേറെ കാര്യമുണ്ട്. ഇങ്ങനെ നോക്കി ദേ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഇത് കുറച്ച് പൊതിയട്ടെ. വേണ്ടല്ലേ? വേണമല്ലേ? വേണ്ടല്ലേ? അല്ലോ നോക്കണ്. മമ്മാലി, ഒരു 3-4 മാസത്തെ അവധി എനിക്ക് തന്നേ പറ്റൂ. അതിനിടയ്ക്ക് മറ്റൊന്നും തരപ്പെട്ടില്ലെങ്കിൽ താമസിക്കുന്ന വീടും പറമ്പും പണയപ്പെടുത്തിയിട്ടെങ്കിലും നിങ്ങളുടെ കാശ് ഞാൻ തരാം. നേരാണല്ലോ ഈ പറയണത്. ഇനി ഒരു അവധി കേൾക്കാൻ ഈ മമ്മാലിയെ കിട്ടൂല. എന്തൊരു കിടപ്പാണിത്? ഇന്ന് കടയിൽ പോകുന്നില്ലേ? എനിക്ക് തീരെ സുഖമില്ല. ചായ. Allah. ഹമീദേ, എന്താ ഹമീദേ? ഹമീദേ, എന്ത് പറ്റി?
മുസ്തഫ ദേ ഇത് കുടിക്ക്. വയ്യെങ്കി പിന്നെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പുറത്തേക്ക് പോയെന്തിനാ? എന്താ പറഞ്ഞേ? നിങ്ങളുടെ മോൻ എന്റെ പെണ്ണിനെ കെട്ടിച്ചേരേ? എടോ, ഒരു ചായക്കടക്കാരന്റെ മോനെന്ന് പറഞ്ഞാല് അതിൽ അന്തസ്സുണ്ട്. ഒരു പെട്ടിക്കടക്കാരന്റെ മീൻകച്ചവടക്കാരന്റെ മോനെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. നിങ്ങളെപ്പോലെ ഇറച്ചി വെട്ടുകാരന്റെ കുടുംബമായി ഞാനൊരു ബന്ധുത പഠിക്കും താൻ വിചാരിച്ചല്ലോ മുസ്തഫ. എനിക്ക് വിഷമമുണ്ട് ഈ കാര്യത്തിൽ. ഇറച്ചിവെട്ടിന്റെ തൊഴിലാണ്. നാണം കെട്ട തൊഴില്. അമീതേ, ഈ തൊഴിലിനെ ആക്ഷേപിക്കരുത്. ആക്ഷേപിച്ചാൽ നിങ്ങളുടെ മകളെ കെട്ടുപറഞ്ഞു വന്നതിന്റെ പേരിൽ ഞാനിപ്പോ ക്ഷമിക്കുകയാണ്. അല്ലെങ്കിൽ താൻ ഓലത്തും. ഞാൻ നിങ്ങളെ അപമാനിച്ചു മുസ്തഫ. ആ പഴയ കഥകളൊക്കെ എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞതോടെ ഞാൻ മറന്നു. എനിക്ക് മറക്കാനാവില്ല മുസ്തഫ. ഇതൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ. കിടന്നോളൂ, കിടന്നോളൂ. അല്ലാ, ശ്വാസം വലിച്ചുവിട്. ഒന്നുകൂടെ വലിച്ചുവിട്. ഈ മരുന്ന് വാങ്ങി കൊടുക്കണം കേട്ടോ. ഡോക്ടർ. താങ്ക് യു. അമീതേ, ഞാൻ അങ്ങാടി വരെ ഒന്ന് പോയിട്ട് വരാം. മോളെ, ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ കാണണം. ശരി മാമ, ഞാൻ പിന്നെ വരാം. ഞാൻ ഇച്ചിരി കഞ്ഞി കൊണ്ടുവരാം മോളെ. അന്തസ് മോഹിച്ച് ബാപ്പ ചെയ്ത അപരാധം പുറത്തുതാ മോളെ. എന്തിനാ കരയുന്നേ? ഒരു ചായ. ചായ ഇല്ല. നാറ്റയില്ല. ചായയല്ലേ, ഒരു കാപ്പിയോട്. കാപ്പിക്ക് പാലില്ല. ഒരു സുലൈമാനി തരട്ടെ. കട്ടൻ ചായ വേണ്ട, ഒരു ഗ്ലാസ് വാട്ടർ ജ്യൂസ് കൊടു. വാട്ടർ ജ്യൂസാ? പൊറോട്ടെ, കോഴിയിറച്ചിയാ? അതെന്താണ്? എനിക്ക് മനസ്സിലായില്ല. അത് എന്താണത്? പച്ചവെള്ളം ഇല്ലേ, പച്ചവെള്ളം. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ പിന്നെ നേരെ ചോദിക്കാൻ പാടില്ലായിരുന്ന. ഇത് വലിയ പാടായല്ലേ ഇത്. മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ വേണം ഇപ്പൊ എന്തും ചോദിക്കാനും പറയാനും. പങ്കിളിക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന കാലമാ. ഓ, എന്ന് രണ്ടു പടി എടുക്കട്ടെ. ഇന്നത്തേന് ഇപ്പൊ ഉണ്ടാക്കിയതാണ്, ചൂടാറിയിട്ടില്ല. വെള്ളം ഇപ്പൊ കൊണ്ടു തരാട്ടെ. വെള്ളത്തിന് ഭയങ്കര ചാമാണ്. വട എങ്ങനെയുണ്ട്? കൊള്ളാവാ? അല്ലോ, വാട്ടർ ജ്യൂസ് 1 रुपया 99 പൈസ അവിടെ കൊടുത്തേക്ക്. ആഹാ, മുതലാളിയുടെ സ്ഥാനത്ത് ഇപ്പൊ താനാണല്ലേ? എടോ, ഈ ഇളനീര് മൂത്താണടോ തേങ്ങ ആവണത്. ഒരു കാലത്ത് ഞമ്മളും ആവോടോ മുതലാളി.